അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനും നിൻ കൃപമതിയേ അനുദിനം നിൻ പാദം ഗതിയേ അടിയാനും നിൻ കൃപമതിയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ്റെ മൂന്നാമത്തെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾക്ക് കഴിഞ്ഞ നാളുകളിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. ഇന്ന് മൂന്നാമത്തെ ലേഖനത്തിൽ നിന്ന് ഒന്നിച്ച് നമ്മുടെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒരു കാര്യം കൂടെ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച് നമ്മുടെ ആ ചിന്തകൾ, യോഹന്നാൻ്റെ ലേഖനങ്ങളിൽ നിന്നുള്ളതാകുന്ന ചിന്തകൾ കഴിയുമെങ്കിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ ലേഖനങ്ങളിലും ചെറുതാണ് യോഹന്നാൻ്റെ മൂന്നാം ലേഖനം എന്നുള്ളത് നമുക്കറിയാം. ഒരു മാസത്തിന് മുൻപ് നമ്മൾ അതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്നും പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശുഭതയെക്കുറിച്ചാണ് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ ഗായസ് എന്ന് പറയുന്ന ആ ദൈവഭൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഗായസ് എന്ന് പറയുന്ന ആ ഭക്തൻ്റെ ആത്മീക ശുഭത തൻ്റെ മറ്റ് തലങ്ങളിലും അതുപോലെ താൻ ശുഭമായും സുഖമായും ഇരിപ്പാനായി ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പല കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചു. ശാരീരികമാകുന്ന സൗഖ്യമോ അല്ലെങ്കിൽ ഭൗതികമാകുന്ന ശുഭതയോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തിൻ്റെ വചനം വിലക്കുന്നില്ല. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് ഒരു പ്രാർത്ഥന മാത്രമാണെന്നും ദൈവമക്കൾക്കെല്ലാം എല്ലാ കാര്യങ്ങളിലും പ്രോസ്പെരിറ്റി ഉണ്ടാകും എന്നുള്ളതാകുന്ന ഒരു ഉപദേശമല്ലെന്നും ഒരു വാഗ്ദത്തമല്ലെന്നും നമുക്കതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ തുടർന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്നാൽ ഇന്ന് ഈ ആത്മീകമാകുന്ന ശുഭത അല്ലെ ആ ട്രൂസ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ട്രൂസ് പ്രോസ്പെരിറ്റിയിലേക്ക്, ശരിയാകുന്ന സമൃദ്ധിയിലേക്ക് നമുക്ക് എങ്ങനെ വരുവാൻ കഴിയും? വാട്ട് ഈസ് ദ റോഡ് ടു ട്രൂ പ്രോസ്പെരിറ്റി? കർത്താവ് ഒരിക്കൽ തൻ്റെ ശുശ്രൂഷയിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരനുമായിട്ട് വസ്തു പകുതി ചെയ്യുവാൻ നീ എന്ത് ചെയ്യണം? ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലുണ്ട്. ഞങ്ങളുടെ വസ്തു തർക്കം ഒന്ന് പരിഹരിച്ചു തരണം. ഉടനെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഉപമ പറഞ്ഞു ദൈവ വിഷയമായിട്ട് സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യവും ഇങ്ങനെയാകുന്നു.
അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറാണ്. എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? ഭൗതിക സമ്പത്തോ ധനമോ ഒന്നും അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ ട്രൂ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ട്രൂ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിലുള്ള സമൃദ്ധി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ശുഭതയാണ്. ആത്മാവിൻ്റെ ശുഭതയാണ് ട്രൂ പ്രോസ്പെരിറ്റി. അത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ശുഭതയാണ് ഏറ്റവും അധികമായി നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതായിരിക്കണം നമ്മുടെ മുൻഗണനയും. ആ ആത്മാവിൻ്റെ ശുഭതയിലേക്കുള്ള വഴിയെന്നുള്ളത് സത്യത്തിലും സ്നേഹത്തിലും നടക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ താഴോട്ട് വായിക്കുന്നത്, ദ റോഡ് ടു ട്രൂ പ്രോസ്പെരിറ്റി ഓഫ് ദ സോൾ ഈസ് ടു വാക്ക് ഇൻ ട്രൂത്ത് ആൻഡ് ലവ്. സത്യവും സ്നേഹവും എന്നുള്ള പാതയിലൂടെയും ഉള്ള നടപ്പിലൂടെയാണ് എന്തുണ്ടാകുന്നത്? ആത്മീക ശുഭതയുണ്ടാകുന്നത്. സത്യം, സ്നേഹം. മറ്റൊന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ പശ്ചാത്തലം നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോസ്തലന്മാരുടെ അധികാരത്തിന് കീഴ്പ്പെടുക എന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ ഒരുവനെ തർജ്ജനം ചെയ്തൊക്കെ എഴുതുന്നുണ്ട്. അവൻ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നില്ലെന്നും ഒക്കെ ഉള്ളതാകുന്ന തൻ്റെ ആ പരിഭവം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഗായോസ് എന്ന് പറയുന്ന മനുഷ്യനെ കമൻറ്റ് ചെയ്തിട്ട് അടുത്തതായിട്ട് ഒരു ബാഡ് എക്സാമ്പിൾ താൻ ചൂണ്ടിക്കാണിക്കുക. ഞാൻ ആ വേദഭാഗം വായിച്ചില്ല, വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ വേദഭാഗം വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. 3-ാമത്തെ ലേഖനം, ആ ലേഖനത്തിൽ ഗായസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്, ആ വ്യക്തിക്കാണ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ അങ്ങനെ എഴുതുമ്പോൾ അതിൻ്റെ 9 മുതലുള്ളതാകുന്ന വാക്യത്തിൽ ദിയോത്രോഫേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, അവൻ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങളെ അവന് കൂട്ടാക്കുന്നില്ല. ഗായസ്, he is prospering in his soul spiritually. എന്നാൽ അതിൻ്റെ നേരെ വിപരീതമായിട്ട് വേറൊരു കാര്യം കാണിക്കുക, ഞങ്ങളെ കൂട്ടാക്കാത്ത വേറൊരുത്തനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആത്മീക ശുഭതയ്ക്ക് ആവശ്യമായിരിക്കുന്നത് അപ്പോസ്തോലികമാകുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിലൂടെ അപ്പോസ്തോലന്മാരിൽ കൂടെ ദൈവം നൽകിയിരിക്കുന്ന ഉപദേശങ്ങൾക്ക് സ്വമേധയാ സമ്പൂർണമായും കീഴ്പ്പെടുക, അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ പ്രമാണമാകുക, അതനുസരിക്കുക, അതിനെ കൂട്ടാക്കാതിരിക്കുന്ന പ്രവണത നമ്മിൽ നിന്ന് മാറുക. അത് ആത്മീക ശുഭതയിലേക്കുള്ള വഴി. അതിൻ്റെ ശേഷം അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ 11-12 വാക്യങ്ങളിൽ മറ്റൊരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. ആ വ്യക്തിയുടെ പേരെന്താ? ദെമേത്രിയസ്. എന്നിട്ട് പറയുക, അദ്ദേഹത്തെ നോക്ക്, അദ്ദേഹത്തിൻ്റെ നല്ല മാതൃക അനുകരിക്കുക, അവനെ അനുകരിക്കാൻ കൊള്ളാവുന്നവരാണ്. അപ്പോൾ നമ്മൾ കണ്ടത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ആത്മിക ശുഭത എന്നാൽ സത്യത്തിലും സ്നേഹത്തിലും നടക്കുക. 2, തെറ്റായ മാതൃക ഒഴിവാക്കിയ ശേഷം നല്ല മാതൃക പിന്തുടരുക.
അതിൽ കൂടെ മാത്രമേ ആത്മീകമാകുന്ന ശുഭത ഉണ്ടാകുകയുള്ളൂ. നിങ്ങളെല്ലാം എൻ്റെ ഒപ്പം വരണം. എനിക്കറിയാം ഇത് ലാസ്റ്റ് പാർട്ടാണ്. അശ്രദ്ധയുണ്ടാകാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ചിലർ വായൊക്കെ ഒന്ന് വലുതായിട്ട് തുറന്നേച്ച് ഉപദേശി നിർത്തിക്കോ എന്നോട് പറയുന്നുണ്ട്. ചിലർ കണ്ണൊക്കെ അടിച്ച് തലയാട്ടുന്നുണ്ട്. ഇയാൾ പറയുന്നതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു, പെട്ടെന്നൊന്ന് നിർത്തി തന്നാൽ മതിയെന്ന്. എങ്കിലും 10 മണിയാകാതെ ഞാൻ നിർത്തുകയില്ല. അതുകൊണ്ട് അതുവരെ സഹിച്ചേ പറ്റൂ. ദയവായിട്ട് ശ്രദ്ധിക്കാം. എന്താണ് ആത്മീക ശുഭതയിലേക്കുള്ള ആ വഴി? എന്താ? യോഹന്നാൻ്റെ ലേഖനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിശ്ചയമായിട്ട് ഈ പറഞ്ഞതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാനുണ്ട്. അല്ലെ പിന്നെ ഇത് നമുക്ക് എഴുതി തരേണ്ട കാര്യമില്ലല്ലോ. ഈ ഗായോസിനെ കുറിച്ച് പറഞ്ഞതും ദെമത്രിയോസിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ ദിയോത്രോഫേസിനെ കുറിച്ച് പറഞ്ഞേക്കുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് കൺവേ ചെയ്യാനുണ്ട്. അല്ല എങ്കിൽ അത് എഴുതേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് ചിന്തിച്ചു വരുന്ന ഈ വേദഭാഗത്ത് നിന്ന് ആ കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യോഹന്നാൻ അപ്പോസ്തലൻ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഈ വിഷയം ശുശ്രൂഷിച്ചതിനുള്ള ബന്ധത്തിൽ ഞാൻ അവസാനിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ഓർക്കുമെന്നാണ് എൻ്റെ ചിന്ത. ഗായോസിനെ കുറിച്ച് അപ്പോസ്തലനാകുന്ന യോഹന്നാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് വേണ്ടി ആരേലും പ്രാർത്ഥിക്കുകയും ദൈവം അതിന് ഉത്തരം തരികയും ചെയ്താലത്തെ സ്ഥിതി എന്തായിരിക്കും? മനസ്സിലായില്ല. ഒന്ന് വായിച്ചേ ആ വേദഭാഗം. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ഓക്കെ, നീ സകലത്തിലും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിന്റെ ഫിസിക്കലി ഫിനാൻഷ്യലി ഒക്കെ നീ എന്തായിരിക്കണം? ശുഭമായിരിക്കണം സകലത്തിലും. പക്ഷെങ്കിൽ ഏതുപോലെ നീ ശുഭമായിരിക്കണം? നിന്റെ ആത്മാവ് എങ്ങനെ ശുഭമായിരിക്കുന്നുവോ അതുപോലെ നീ സകലത്തിലും എന്തായിരിക്കണം? ഒന്ന് ചിന്തിച്ചേ. നമുക്ക് വേണ്ടി ആരേലും ഇത് പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരം തരികയും ചെയ്താൽ അവരവർ തന്നെ പരിശോധിച്ചാൽ മതി, എങ്ങനെ ഇരിക്കും? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കർത്താവേ, ആരേലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്നാള് അയാൾ ആത്മീകമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ അവനെ എല്ലാ നിലയിലും. നിങ്ങൾ പലരും ചിരിക്കുന്നു. സത്യത്തിൽ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരാൾ പ്രാർത്ഥിക്കുകയും ദൈവം അതിന് ഉത്തരം തരികയും ചെയ്ത് എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഞാൻ ഇന്നും മറന്നിട്ടില്ല. കർത്താവിൻ്റെ ദാസൻ ആർ സ്റ്റാൻലി അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. ആർ സ്റ്റാൻലി എന്ന ദൈവഭൃത്യൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ: ഇഫ് ഗോഡ് were to answer such prayer today, many of you would be coming on stretchers. ഇല്ലേ? ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി തന്നാൽ നമ്മളിൽ പലരെയും എങ്ങനെ കൊണ്ടുവരേണ്ടി വന്നേനെ? ആണോ അല്ലയോ? എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ എൻ്റെ ശരീരവും ശുഭമായിരിക്കണം എന്ന് ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന് ദൈവം മറുപടി തന്നാൽ എങ്ങനെ ഇരിക്കും സ്ഥിതി? ഞാൻ പറഞ്ഞേ,
അത് നമ്മൾ ചിന്തിക്കണം. എനിവേ, ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലന്റെ സന്തോഷം തൻ്റെ മക്കൾ ആത്മീകമായി ശുഭപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. അത് നമ്മൾ മറന്നു പോകരുത്. അവരുടെ ഭൗതിക ശുഭതയിലല്ല ഈ അപ്പോസ്തലൻ സന്തോഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസ്പിരിറ്റി ആകരുത് നമുക്ക് സന്തോഷം തരുന്ന കാര്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ 1ാം റാങ്ക് മേടിച്ച നല്ല കാര്യമാണ്, തെറ്റില്ല, നല്ല കാര്യമാണ്. പക്ഷെ 1ാം റാങ്ക് മേടിച്ചിട്ട് അവൻ നരകത്തിലാ പോകുന്നതെങ്കിൽ ഒരു ഗുണമില്ല. എന്നാൽ 15ാം റാങ്ക് മേടിച്ചിട്ടുള്ളതിലും നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭക്തരാണെങ്കിൽ അതിലാ സന്തോഷിക്കേണ്ടത്. ഞാൻ പലയിടത്തും കാണുന്ന ഒരു കാര്യം, റാങ്ക് മേടിക്കാനുള്ളതാകുന്ന നെട്ടോട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെ നമ്മുടെ തലമുറയുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മീക ശുഭതയാണോ നമുക്ക് സന്തോഷം തരുന്നത്? അതോ അവർക്ക് നല്ല ജോലി, നല്ല പ്ലേസ്മെന്റും കിട്ടുന്നതാണോ സന്തോഷം തരുന്നത്? ഏതാ കൂടുതൽ സന്തോഷം തരുന്നത്? ഏതാ കൂടുതൽ സന്തോഷം തരുന്നത്? നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചേ, നമ്മെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. നമ്മൾ ചിന്തിക്കുന്നതിലെ കാര്യങ്ങളെല്ലാം ശുഭപ്പെട്ടു പോകുന്നതാണോ കൂടുതൽ സന്തോഷം തരുന്നത്? അതോ അങ്ങനെ പോയില്ലെങ്കിലും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഉള്ളത്തിൽ തന്നിരിക്കുന്നു എന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുന്നതാണോ നമ്മുടെ പ്രയോറിറ്റി? ഏതാ പ്രയോറിറ്റി? ഫിനാൻഷ്യൽ പ്രോസ്പെരിറ്റി ആണോ നമ്മുടെ പ്രയോറിറ്റി, അതോ സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണോ? യോഹന്നാൻ പറയുന്നേ, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാളും വലിയ സന്തോഷം എനിക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇമാജിൻ ചെയ്യും, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വന്നു, നല്ല റാങ്ക് മേടിച്ചു, ഫസ്റ്റ് റാങ്ക് മേടിച്ചു എന്നിരിക്കട്ടെ. എന്നിട്ട് അവൻ ഒരു ദിവസം വന്ന് പറയാ, അപ്പച്ച ഞാൻ ഒരു മിഷണറിയായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നുമോ? ഇതൊരു ഇമാജിൻ ചെയ്യേണ്ട കാര്യമല്ല, റിയലായിട്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. നല്ലതായിട്ട് അവനെ കാശ് കൊടുത്ത് പഠിപ്പിച്ചു, അവൻ ഫസ്റ്റ് റാങ്ക് മേടിച്ചു, നല്ല ഒരു പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാഹചര്യം വന്നപ്പോൾ അവൻ ഡിസൈഡ് ചെയ്യുക, നോ, ഐ എം ഗോയിങ് ഫോർ മിഷണറി വർക്ക് എന്ന് പറയുമ്പം ഉപദേശിയെ വിളിച്ച്, ഉപദേശി അവനെ ഒന്ന് ഉപദേശിക്കണേ. ഞാനിതിങ്ങനെ പറഞ്ഞെങ്കിലും ഇതാ ഇപ്പം നടക്കുന്നേ. ഇപ്പം ഞാൻ നാട്ടിലൊക്കെ ഒത്തിരി ഇടങ്ങളിൽ യാത്ര ചെയ്തു. പലരെന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. പണ്ട് സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊട്ടാരക്കര മുതൽ കൊച്ചി വരെ എടുത്തു കഴിഞ്ഞാൽ 300 ബൈബിൾ സ്കൂളുകൾ ഉണ്ടായിരുന്നെന്ന് ഒരാളെന്നോട് പറഞ്ഞു. എനിക്കറിയത്തില്ല, കാണുമായിരിക്കും. ഇന്ന് മുഴുവൻ അടച്ചുപൂട്ടിയെന്നും പറഞ്ഞു. ഇന്ന് പലയിടത്തും അടച്ചുപൂട്ടാൻ കാര്യം അവിടെ സ്റ്റുഡൻസിനെ കിട്ടാനില്ല. ബൈബിൾ സ്കൂളുകളിൽ സ്റ്റുഡൻസിനെ കിട്ടും. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഉപദേശി, ഇവിടെ ഇപ്പം ബംഗാളികളും ഒറീസക്കാരുമാണ് നമ്മുടെ
ജോലി ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ബൈബിൾ സ്കൂളിലും അവരെ ഞങ്ങൾ ഇറക്കുക എന്ന് പറഞ്ഞു. സത്യം, ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ബൈബിൾ സ്കൂളുകളിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസിനെ കിട്ടാത്തത് കൊണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു ചില ബൈബിൾ സ്കൂളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കമ്മീഷൻ വരെ തരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് വളരെ ആ നിലയിൽ അത് എടുത്തെങ്കിലും ഞാൻ അതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് ചിന്തിച്ചു. എന്താ സംഭവിച്ചത്? ആത്മീക ശുഭത ഒന്നാം സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഭൗതിക ശുഭത വലിയ കാര്യമായിട്ട് കരുതി, ഭൗതികമാകുന്ന ആ കാര്യങ്ങൾ ദൈവാനുഗ്രഹങ്ങളുടെ ഒരു തെളിവായി കരുതി ഒരു തലമുറ പോകുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് ഞാൻ പറയാ, നിങ്ങൾ കുറച്ച് പേര് മിഷണറിമാരായിട്ട് പോകണം കേട്ടോ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം. നന്നായിട്ട് പഠിക്കണം, പഠിച്ച് നല്ല മിടുക്കന്മാരാകണം. എന്നിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അതാ ഏറ്റവും വലിയ കാര്യം. ഇന്ന് നമ്മളൊക്കെ സത്യത്തിൽ നമ്മൾ ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു, ഞങ്ങളെ കണക്കില്ലാതെ അനുഗ്രഹിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ കാരണമായി തീർന്നത് എന്താണെന്നറിയാമോ? അതിനൊക്കെ കാരണമായി തീർന്നത് നമുക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്നുള്ള അടിസ്ഥാന സൗകര്യങ്ങളെക്കാളും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അത് ആ കാലത്ത് അവിടെ ഉപേക്ഷിച്ചിട്ട്, ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെ അവസ്ഥ നമുക്കറിയാലോ, ആ കാലങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായിട്ട് ആത്മാവിൻ്റെ ശുഭതയാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അനേകർ നമ്മുടെ ഭാരതത്തിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ദൈവമക്കളായി തീർന്നത് എന്നത് മറക്കരുത്. അങ്ങനെയെങ്കിൽ സ്പിരിച്വൽ പ്രോസ്പെരിറ്റിക്കാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതായിരിക്കണം നമ്മുടെ വലിയ കാര്യം. ഒരു മനുഷ്യൻ മുഴു ലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണ ജോലി ചെയ്തോ ചെയ്യാതോ അതൊന്നും വിഷയമല്ല. പക്ഷെ അവരെ ആ നിലയിൽ നമ്മൾ പരിശീലിപ്പിക്കണം. അവർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാകണം. അവർ സത്യത്തിൽ നടക്കുന്നവരാകണം. അതിനേക്കാളും വലിയ സന്തോഷം നമുക്കുണ്ടാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നവരാകണം. ഞാൻ പറയാൻ വരുന്ന വിഷയങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, ഈ ഗായസിനെ കുറിച്ച് താൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അദ്ദേഹം ആത്മീകമായി ശുഭതയുള്ളവനാണ് എന്ന് യോഹന്നാൻ പറയാൻ കാരണം, അതിൻ്റെ 1 മുതൽ 8 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ഗായസിനെ കുറിച്ച് പറയുന്നത്, ഒന്നാമതായിട്ട് താൻ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിനെ കുറിച്ച് വിശേഷിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ കാര്യം ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞതും കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് 1:14 കർത്താവിനെ കുറിച്ച് പറയുന്നത്, ജഡം
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞാൻ ആ വാക്യങ്ങൾ വായിച്ചങ്ങ് പോകുകയാണ്. യോഹന്നാൻ 3:21 നമ്മൾ വായിക്കുന്നു, സത്യം പ്രവർത്തിക്കുന്നവനോ തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു. കർത്താവ് പറഞ്ഞ വാക്ക്. യോഹന്നാൻ 4:23-24 വാക്യങ്ങളിൽ പിതാവ് അന്വേഷിക്കുന്നത് സത്യ നമസ്കാരികളെയാണ്. അവര് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. 8:32 യോഹന്നാൻ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് സത്യത്തിൻ്റെ ആത്മാവെന്ന്. യേശു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ാം വാക്യത്തിൽ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനം സത്യമാകുന്നു. പീലാത്തോസിന്റെ മുൻപിൽ കർത്താവ് പറയുന്ന കാര്യം യോഹന്നാൻ 18:37, സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു, സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ സത്യം എന്നുള്ളതിനാൽ ദൈവത്തിൻ്റെ വചനം അർത്ഥമാക്കുന്നത് യേശു കർത്താവിനെ സത്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിനാണ് സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അതാ സത്യത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ആത്മീക ശുഭതയെ നമ്മൾ അളക്കേണ്ടത് നമ്മൾ എത്രത്തോളം യേശു ക്രിസ്തുവിലുള്ള സത്യത്തിൽ നടക്കുന്നു, അതുമായിട്ട് നമുക്കുള്ള ബന്ധത്തെയാണ് നമ്മൾ അളന്നു നോക്കേണ്ടത്. 2, ഇവിടെ സത്യത്തിൽ നടക്കുക എന്ന് മാത്രമല്ല യോഹന്നാൻ പറയുന്നത്, സ്നേഹത്തിൽ നടക്കുക. സത്യവും സ്നേഹവും, അതാണ് നമ്മൾ താഴോട്ട് വായിക്കുന്നത്. യോഹന്നാൻ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. യോഹന്നാൻ ഗായസിനോട് പറയുന്നത്, ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന. അപ്പോൾ അങ്ങനെയെങ്കിൽ ഗായോസിൻ്റെ താൻ സത്യത്തിൽ നടക്കുന്നു എന്നുള്ളത് എങ്ങനെയാ തെളിയിക്കപ്പെട്ടത്? നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനത്തിലൂടെയാണ് താൻ സത്യത്തിൽ നടക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ അതാ വായിക്കുന്നത്. അവർ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്താ അവിടെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? ഞാൻ അത് വ്യാഖ്യാനിക്കാതെ തന്നെ അവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. 1, നീ വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അപ്പൊ സത്യത്തിൽ നടക്കുമ്പോൾ ഗായോസിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നത്, നീ മറ്റുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി നിന്റെ അധ്വാനം, നീ അവരെ സൽക്കരിക്കുന്നത്, ദൈവത്തിന് യോഗ്യമാം വണ്ണം അവരെ യാത്ര അയക്കുന്നത്, ഇതെല്ലാം നിന്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാ വലിയ കാര്യം, ഇതൊക്കെയാണ് പ്രാധാന്യമുള്ള കാര്യം. സത്യത്തിൽ നടക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മുടെ സ്നേഹത്തിലൂടെയാണ്. ആ സ്നേഹത്തിൻ്റെ പ്രയത്നങ്ങൾ എന്തെല്ലാം എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഗായസ് ഇത് ചെയ്യുമ്പം അദ്ദേഹത്തിനെല്ലാം അനുകൂലമായിട്ടൊന്നുമല്ല താൻ ചെയ്യുന്നത്. കാരണം ദിയോത്രോഫേസ് എന്ന് പറയുന്ന പവർഫുള്ളായിട്ടുള്ള ഒരാൾ സഭയിലുണ്ട്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അവര്
സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുന്നത് മാത്രമല്ല, അതിനു മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഗായസ് എന്ത് ചെയ്തത്? സഹോദരന്മാരെ കൈക്കൊണ്ടു, അവർക്ക് വേണ്ടി അധ്വാനിച്ചു, അവരെ ദൈവത്തിന് യോഗ്യമാവണ്ണം എന്ത് ചെയ്തു? യാത്ര ചെയ്യിച്ചു. അപ്പൊ ആത്മീക ശുഭത എന്ന് പറഞ്ഞാൽ എന്താ? വലിയ ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മുടെ ഉപദേശവും ജീവിതവും അതനുസരിച്ച് മാറ്റുന്നതല്ല. എന്ത് വേണേ പറയട്ടെ, എന്ത് സംഭവിക്കട്ടെ, ദൈവവചനപ്രകാരം ഞാൻ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതാ ആത്മീക ശുഭത. വളരെ പ്രായോഗികമാകുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. എന്നാൽ രണ്ടാമതായിട്ട്, ഞാൻ സമയം പെട്ടെന്ന് മുൻപോട്ട് പോകുകയല്ലേ, രണ്ടാമതായിട്ട് അതിന് നേരെ വിപരീതമായിട്ടൊന്ന് നമ്മൾ കാണുന്നു. അവിടെ എന്താ? 9 മുതൽ ദിയോത്രോഫേസ് എന്ന് പറയുന്ന ഒരാൾ. ഈ ദിയോത്രോഫേസ് എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നാ? അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം പ്രധാനിയാകാനുള്ള ആഗ്രഹം. അവൻ്റെ ഉപദേശമൊക്കെ കറക്റ്റാ, തിയോളജിയൊക്കെ കറക്റ്റാ. കാരണം തിയോളജി തെറ്റായിരുന്നെങ്കിൽ യോഹന്നാൻ അത് പറഞ്ഞേനെ. തിയോളജിയൊക്കെ കറക്റ്റ് ആണെങ്കിലും പക്ഷെ അവൻ്റെ ഉള്ളിലെ താല്പര്യം എന്താ? ഒന്നാമനാകാനുള്ള താല്പര്യം. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീക ശുഭത ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പം ഈ താല്പര്യങ്ങളൊക്കെ കുറയും. നമ്മുടെ തിയോളജി എത്ര കൃത്യമാണെങ്കിലും സഭാ ഇലക്ഷന് വേണ്ടി പോയി മത്സരിക്കാൻ പോകുന്നവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തെറ്റാ. കാരണം പ്രധാനിയാകാനുള്ള, എനിക്ക് തോന്നുന്ന ഈ 3-ാം ലേഖനമൊക്കെ പ്രസംഗിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം ഇതാ. പ്രസംഗം ശരിയായിരിക്കും, പക്ഷേ എലക്ഷൻ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നവൻ അവൻ ആത്മീക ശുഭതയുള്ളവനല്ല. കാരണം ആത്മീക ശുഭതയുടെ നേരെ വിപരീതമായിട്ടൊരാളെ ചൂണ്ടിക്കാണിക്കുക. അവൻ്റെ പ്രശ്നം അവൻ്റെ ഉപദേശം കൃത്യമല്ലെന്നുള്ളതല്ല. ഉപദേശമൊക്കെ ശരിയാ, പക്ഷെ അവൻ്റെ ഉള്ളിലെ താല്പര്യം എന്താ? പ്രധാനിയാകുക. പ്രധാനിയാകുക എന്ന് മാത്രമല്ല, അവനെല്ലാം അറിയാം. അതുകൊണ്ട് അപ്പോസ്തലനെ വരെ എന്തോ പറയുക? ദുർവാക്ക് പറഞ്ഞ് ശകാരിക്കുക, ഗോസിപ്പ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് സത്യത്തിൽ കേൾക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്, പക്ഷെ കേൾക്കുന്നത് തന്നെ ആപത്താ കേട്ടോ. ഗോസിപ്പ് മറ്റുള്ളവരെ കുറിച്ച് ശരിയോ തെറ്റോ എന്തോ ആകട്ടെ, കൂടുതലും അർത്ഥസത്യങ്ങളായിരിക്കും. തിയോളജി കറക്റ്റ് ആയിരിക്കും, പ്രാർത്ഥന ഉണ്ടായിരിക്കും, പാട്ടുണ്ടായിരിക്കും, വേദപുസ്തക വായനയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പിന്നെ ക്യൂറ്റലിൻ്റെ സമയം ഒത്തിരി മെനക്കെടുത്തെങ്കിൽ സംഗതി ഇച്ചിരി പെശക. മനസ്സിലായോ? ഗോസിപ്പ് ചെയ്യുക. പ്രധാനിയാകുവാൻ ഇച്ഛിക്കുന്ന ആര്? ദിയോത്രോഫേസ്. അവൻ എന്ത് ചെയ്യുക? നല്ല കാര്യം അവന് ചെയ്യത്തുമില്ല, ചെയ്യുന്നവരെന്ത് ചെയ്യുക? സഭയെന്ന് വരെ പുറത്താക്കി കളയും. അപ്പൊ അത്രയും അധികാരം ഉണ്ടായിരുന്ന ഒരാളാണ് ഇദ്ദേഹം. അതാത്മിക ശുഭതയല്ല. നമ്മുടെ ഉപദേശവും മറ്റുള്ളവരോടുള്ള ഇടപാടും കൂടെ
സ്നേഹത്തിലേക്ക് വരുമ്പോഴാണ് ആത്മീക ശുഭതയിലേക്ക് വരുന്നത്. ഇതിൽ ഒന്ന് നല്ലതാണ്, അടുത്തത് തെറ്റാണെന്നെങ്കിൽ ആത്മീക ശുഭതയല്ലത്. മറ്റൊന്ന്, ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്നിട്ട് പറയുക 11-12 വാക്യങ്ങളിൽ, പ്രിയനെ, നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത്. അപ്പോൾ ദയോത്രോഫിയസിനെ നീ എന്ത് ചെയ്യണ്ട? അനുകരിക്കണ്ട. ഉപദേശമൊക്കെ കൃത്യമായിരിക്കും. നീ അനുകരിക്കേണ്ടത് ആരെയാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് പറയുക, ആരെയാണ് നിനക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു മനുഷ്യനെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അവൻ്റെ പേരെന്താ? ദെമേത്രിയോസ്. അവൻ എല്ലാവരാലും സത്യത്താൽ തന്നെയും, അത് വലിയ കാര്യമാണ്. നമ്മൾ മുമ്പേ യോബിനെ കുറിച്ച് കേട്ടല്ലോ. യോബിനെ കുറിച്ച് ആര് പറഞ്ഞ സാക്ഷിയാണ് ഏറ്റവും വലിയ സാക്ഷ്യം? ദൈവം പറഞ്ഞ സാക്ഷിയാണ് വലിയ സാക്ഷ്യം. പിന്നീട് ബാക്കിയുള്ളവർ പറയുന്ന സാക്ഷ്യം. അതുകൊണ്ടാ പഴയ നിയമത്തിൽ നമ്മളൊരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. കടം വരെ ഉണ്ടായി. കടം അവശേഷിപ്പിച്ചിട്ടാണ് അവൻ മരിച്ചത്. പക്ഷേ അവൻ്റെ പെണ്ണുപിള്ള അവൻ ചത്തു കഴിഞ്ഞപ്പം അവനെക്കുറിച്ച്, അയാൾ ജീവിച്ച് കണ്ടുള്ളവരെ തീറ്റിച്ച് എൻ്റെ മക്കളെയെല്ലാം പട്ടിണിയാക്കി കടവും വരുത്തി പോയെന്നല്ല പറയുന്നത് എന്താ? നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലെങ്കിൽ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഈ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങളുടെ കുടുംബം നിങ്ങളെ ഓർക്കാനിടയാകണം. എന്താ? എൻ്റെ കേട്ടോ, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്, അതാ വലിയ വിഷയം. യഹോവ ഭക്തന്. ആരാ പറയുന്ന സാക്ഷിയ? അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നാട്ടുകാർ പറയുന്നതല്ല സാക്ഷ്യം. പിന്നെ ആരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരന്മാരെ, ദൈവം നമ്മെക്കുറിച്ച് അതാ ആഗ്രഹിക്കുന്നത്. ആത്മീക ശുഭതയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് നല്ല മാതൃകകളുണ്ട്. യോഹന്നാൻ പറയാ, നോക്ക്, അവൻ സത്യത്താൽ, അപ്പൊ ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചു. യോബിനെ പോലെ അവൻ ദോഷം വിട്ടകലെന്ന് യഹോവ ഭക്തനാ എന്നാര് സാക്ഷ്യം പറഞ്ഞു? ദൈവം സാക്ഷ്യം പറഞ്ഞു. ഇവിടെ ഈ മനുഷ്യനെ കുറിച്ച് ആരാ സാക്ഷ്യം പറയുന്നത്? സത്യത്താൽ തന്നെ അവൻ എന്ത് ചെയ്തു? സാക്ഷ്യം ലഭിച്ചിരിക്കുന്നു. എത്ര വലിയ അനുഗ്രഹം! ആത്മീക ശുഭത എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ നോക്കിയിട്ട് സാക്ഷ്യം പറയാൻ കഴിയണം, ഇന്നവൻ യഹോവ ഭക്തനാണ്. അതാ ആത്മീക ശുഭത. അല്ലാതെ നമ്മൾ എന്തോ ഉണ്ടാക്കിയാൽ എന്താ? നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കിയാൽ എന്താ? ഒരർത്ഥവുമില്ല. സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആകട്ടെ നമ്മുടെ ലക്ഷ്യം. ട്രൂ പ്രോസ്പെരിറ്റി, ദൈവിക വിഷയമായിട്ട് നമുക്ക് സമ്പന്നരാകാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം എനിക്കും നിങ്ങൾക്കും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാവേണ്ടത്. ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങളെക്കാളും ഒട്ടും ഉയർന്നവനല്ല. ആ വലിയ ബോധത്തോടെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങളെപ്പോലെ ഒരുപക്ഷെ നിങ്ങളിൽ പലരെക്കാളും ചെറിയവനാണ് ഞാൻ. ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് ഞാൻ നിങ്ങളോട് അറിയിച്ചു. നമുക്കൊരുപോലെ അതനുഗ്രഹമായി തീരട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ, ഒരാൾക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.